ഹായ് ഹലോ വെൽക്കം ടു യു ക്യാൻ. എൻ്റെ പേര് പ്രതിഭ. സോ നമ്മളിപ്പോൾ പെർസെൻറ്റേജ് ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. SSC എക്സാംസിനൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So question ഇതാണ്, after increasing the numerator of a fraction by 20% and decreasing the denominator by 30%, we got 4 by 5. What is the original fraction? So ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ആ ഫ്രാക്ഷൻ x/y ആണ്. അപ്പോൾ x/y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? x/yന്റെ ന്യൂമറേറ്റർ എന്താണ്? എക്സ് ആണ് അല്ലേ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, ആൻഡ് വൈ ആണ് ഡിനോമിനേറ്റർ. മുകളിലുള്ള സംഖ്യ ന്യൂമറേറ്ററും താഴെയുള്ളത് ഡിനോമിനേറ്ററും. സോ ന്യൂമറേറ്റർ എത്ര ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 20% ഇൻക്രീസ് ആയെന്ന്. അതായത് എക്സ് എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്? 120/100 മാറിയിട്ടുണ്ട് അല്ലേ. 20% ഇൻക്രീസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 + 20, അതായത് 120/100 എക്സ്. അടുത്തത് വൈയുടെ കേസ്. വൈ എന്താ പറഞ്ഞിരിക്കണേ? വൈ ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ് ആയിരിക്കുന്നത്. 30% വൈ ഡിക്രീസ് ആയി എന്ന് വെച്ചാൽ ആദ്യം 100 ഉണ്ടായിരുന്നേന്ന് 30 ഡിക്രീസ് ആയി. അതായത് 70/100 ആണ് വൈയുടെ വാല്യൂ. ഓക്കെ, വൈ എത്രയായി മാറി? 70/100. സോ x/y എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x/y എന്ന് പറയുമ്പോൾ 120/100 ഡിവൈഡഡ് ബൈ 70/100. അപ്പോൾ ഈ 100 ക്യാൻസൽ ആയി. പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ x/y ഇവിടെ എന്ത് വരും? x/y ന്യൂമറേറ്റർ 20% ഇൻക്രീസും ഡിനോമിനേറ്റർ 30% ഡിക്രീസും ആയപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്താണെന്ന് കിട്ടി? 120/70 ആണ് അല്ലേ. 100 ക്യാൻസൽ ആയി. സോ x/y ഇൻറ്റു 120/70 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഇൻക്രീസും ഡിക്രീസും ഒക്കെ ആയപ്പോഴത്തെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 4/5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫ്രാക്ഷൻ എത്ര എന്നാണ്. അതായത് x/y എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4/5 ഇൻറ്റു 120/70 അങ്ങോട്ട് പോകുമ്പോൾ 70/120. സോ 0 ക്യാൻസൽ ചെയ്താൽ 7/12 എന്ന് വരും. അതായത് 4 ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 7/15 എന്ന് വരും. ഓക്കെ, സോ നമ്മുടെ ആക്ച്വൽ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്തായിരുന്നു? 7/15 ആയിരുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ 120/70 ഒന്നുകൂടിയും പറയാം. x/y നമ്മൾ സാധാരണ എങ്ങനെ ചെയ്തിരുന്നത്? ഒരു നമ്പർ ഇൻക്രീസ് ആയത്, ഇപ്പോൾ എക്സ് ആണ് ഇൻക്രീസ് ആയെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഇൻക്രീസ്ഡ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്നത് x × 120/100. പക്ഷെ ഇവിടെ ഫ്രാക്ഷൻ ആയ കാരണം 100 സെയിം വരുന്ന കാരണം അത് ക്യാൻസൽ ചെയ്ത് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാക്ടർ 120/70 എന്ന് എഴുതിയത്. അടുത്ത ചെയ്യാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SSC എക്സാംസിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So question ഇതാണ്, a man spent 20% of his monthly earning on house rent. Out of the balance he spent 75% on other house expenses. If he had a balance of rupees 250 at the end of the month, the monthly earnings of the man is. So question എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആൾക്ക് ഒരു മാസ വരുമാനം എന്ന് പറയുന്നുണ്ടാവുമല്ലോ. സപ്പോസ് ഐ ആണ് ആളുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐയുടെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്, എ മാൻ സ്പെൻഡ് 20% ഓഫ് ഹിസ് മന്ത്ലി ഏർണിങ്സ് ഓൺ ഹൗസ് റെന്റ്. അയാളുടെ ഇൻകം എത്രയാണോ അതിൻ്റെ 20% ആൾ എന്ത് ചെയ്തു? ഹൗസ് റെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. സോ ആകെ നമ്മുടെ കയ്യിൽ ഇൻകം എത്രയോ ഉണ്ടായിരുന്നു, അതിൻ്റെ 20%, ഈ ഐയുടെ 20% ആള് ചെലവാക്കി. ഓക്കെ, സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നു ഔട്ട് ഓഫ് ദ ബാലൻസ്, അതായത് ഇനി ബാക്കിയുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ളത് എത്രയാണ്? ആദ്യം ഐ ഉണ്ടായിരുന്നു, ഐയുടെ 20% ആള് സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി എത്ര അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്? ഐ എന്ന് പറയുന്നത് 100%, ഇതിൻ്റെ 20% ആള് ചെലവാക്കി. അതായത് ഇനി അയാളുടെ കയ്യിലുള്ളത് എത്രയായിരിക്കും? ഐയുടെ 80% അല്ലേ. 70% ചെലവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര അയാളുടെ കയ്യിലുണ്ടാവും? 80%. അതായത് ഐ × 80/100 ഇപ്പം അയാളുടെ കയ്യിലുണ്ട്. ഇനി ഔട്ട് ഓഫ് ദ ബാലൻസ്, അതായത് ഇതിൽ നിന്ന്
he spent 75% on other house expenses. സോ ബാക്കി വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്തു, വീണ്ടും 75% ചെലവാക്കി. അത് ഐന്നാണോ ചെലവാക്കിയത്? ഇൻകത്തിന്റെ 75% അല്ല ചെലവാക്കിയത്, ഔട്ട് ഓഫ് ദ ബാലൻസ്. ഈ ബാലൻസ് എത്രയായിരുന്നോ ഇതിന്റെ 75% ആള് ചെലവാക്കിയത്. അപ്പൊ ഇനി ബാക്കി ആളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 75% ഇതിന്റെ ചെലവാക്കി, അതായത് 100 മൈനസ് 70. ഇനിയിപ്പം ഇത് ആദ്യം നമ്മുടെ 100% എന്ന് പറയുന്നത് ഐ ആയിരുന്നു, ഇനി നമ്മുടെ 100% എന്ന് പറയുന്നത് I × 80/100 ആണ്. അപ്പോൾ ഇതിന്റെ 75% ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ഉണ്ടാവും? 100 മൈനസ് 75, ദാറ്റ് ഈസ് 25%. അതായത് ഇതിന്റെ 25% ഇനി അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതായത് ഇത് ഇൻറ്റു 25/100 ഇങ്ങനെ എഴുതാൻ കാരണം എന്താ? ഐയുടെ 75 അല്ല ചെലവാക്കിയത്, I × 80/100ന്റെ 75 ആണ് ചെലവാക്കിയത്. അതായത് ഇതിന്റെ 25% ഇയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? I × 80/100 × 25/100 which is equal to ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞു? ഇഫ് ഹി ഹാഡ് എ ബാലൻസ് ഓഫ് ₹250 അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. ഇത്രയൊക്കെ ചെലവാക്കിയതിന് ശേഷം ലാസ്റ്റ് അയാളുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? 250 രൂപ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇൻകം എത്ര? അതായത് ഈ ഐ എത്ര? അതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടിയും പറയാം. ആദ്യം അയാളുടെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് ഐ ആണ്. ഈ ഐയുടെ 20% അയാൾ റെന്റിന് വേണ്ടി ചെലവാക്കി. അപ്പോൾ ഇനി അയാളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും? 20% പോയി കഴിഞ്ഞാൽ ബാക്കി അയാളുടെ കയ്യിലുണ്ടാവുക 80%. അതായത് ഇൻകത്തിന്റെ 80% എന്ന് പറയുമ്പോൾ I × 80/100. അപ്പോൾ ഇത്രയും രൂപ ഉണ്ടായിരുന്നു. ഇത്രയും രൂപയുടെ 75% അയാൾ വീണ്ടും ചെലവാക്കി. അതായത് അതിൻ്റെ അർത്ഥം ഇനി ബാക്കി എത്ര ഉണ്ടാവും? ഇത്രയും രൂപയുടെ 25% ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് I × 80/100 × 25/100. അപ്പോൾ ഈ ബാക്കി രൂപ എന്ന് പറയുന്നത് 250 ആണ്. സോ നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? I is equal to 250 ഇൻറ്റു ഈ രണ്ട് ഫ്രാക്ഷൻസും അപ്പുറത്തേക്ക് പോകണം അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്യാം? 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 2 ക്യാൻസൽ ചെയ്താൽ 4/5 ഇവിടെ 4 വരും. സോ 1/4 അങ്ങോട്ട് പോകുമ്പോൾ 4 ആവും. 4/5 പോകുമ്പോൾ 5/4 ആയിരിക്കും. സോ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 250 ഇൻറ്റു 5, അതായത് 1250. സോ നമുക്ക് എന്ത് കിട്ടി? അയാളുടെ ഇൻകം എത്രയായിരുന്നു? 1250 രൂപയായിരുന്നു അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. ഈ 1250 രൂപയുടെയാണ് 20% ഹൗസ് റെന്റിലും പിന്നെ ബാക്കി വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ലാസ്റ്റ് അയാൾക്ക് 250 രൂപ ബാലൻസ് കിട്ടിയത്. ടോട്ടൽ ഇൻകം എത്രയാണ്? 1250 ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷെ ചെയ്യാൻ അത്രയൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിലെ കാര്യം കഴിയും. ഇത്രയും ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി ഒറ്റ സെൻറ്റൻസേ വേണ്ടു. ഒറ്റ ലൈനിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ സ്പെൻഡ് 16.66%. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആണ് കേട്ടോ, നേരത്തെ പോലെ കംപ്ലീറ്റ് പെർസെൻറ്റേജ് അല്ല, ഇവിടെ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാം. 16.66% എത്രയായിരുന്നു? അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/6 ആയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഐ ബട്ടണിൽ ഇടാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പെർസെൻറ്റേജിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്, റിലേഷൻ ബിറ്റ്വീൻ പെർസെൻറ്റേജ് ആൻഡ് ഫ്രാക്ഷൻസ്. ഓക്കെ. എ മാൻ സ്പെൻഡ് 16.66% of his monthly earnings on house rent. Out of the balance, he spent 12.5% on clothes. Out of the remaining 25% on traveling. Out of the balance, 22.22% on education. From remaining 27.27% on food. If he had a balance of ₹1225 at the end of the month, the monthly earnings of the man is. So same question തന്നെ, monthly earnings ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം എന്ത് വിചാരിക്കും? ഐ ആണ് ആളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു. ഓക്കെ. ഇനി ഐയുടെ എന്ത് ചെയ്തു? 16.66% ആള് ഹൗസ് റെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി എത്ര രൂപ ഉണ്ടാവും? 16.66 എന്ന് പറയുന്നത് എത്രയാണ്? 1/6. സോ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? നമ്മൾ പെർസെൻറ്റേജിൽ 100 എന്ന് പറയുന്ന പോലെ ഫ്രാക്ഷനിൽ ടോട്ടൽ എത്രയായിരിക്കും? 1 ആണ്. സോ 1ന്റെ 1/6 ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 1 - 1/6, അതായത് 5/6. സോ ഐയുടെ ഇൻകത്തിന്റെ 5/6 അയാളുടെ കയ്യിൽ ഉണ്ട്. സോ I × 5/6 ഇതാണ് ഇപ്പം അയാളുടെ കയ്യിലുള്ള ബാലൻസ്.
ഇനി ഔട്ട് ഓഫ് ദ ബാലൻസ്, അതായത് ഈ രൂപയിൽ നിന്ന് I×5/6 നിന്ന് അയാൾ വീണ്ടും സ്പെൻഡ് ചെയ്തു എത്ര? 12.5% ക്ലോത്ത്സിന് വേണ്ടി ചെലവ് ചെയ്തു. 12.5% എത്രയാണ്? ഇതൊക്കെ പെർസെൻറ്റേജിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലുണ്ട് കേട്ടോ. 12.5% എന്ന് പറയുന്നത് 1/8 ആണ്. സോ 1/8 അയാൾ ചെലവ് ചെയ്തു. പക്ഷെ എത്രയെന്നാണ്? ടോട്ടൽ 1 ആണ്. 1 എന്ന് പറയുന്നത് ഇനി I അല്ല കേട്ടോ, I×5/6 നമ്മൾ ഇനി 1 എന്ന് വിചാരിക്കണേ. സോ 1 - 1/8, അതായത് 7/8 ഇനി ബാക്കിയുണ്ട്. അതായത് ഇതിൻ്റെ I×5/6 7/8 ആണ് ഇനി ബാക്കിയുള്ളത്. സോ നമ്മൾ എന്ത് എഴുതി? 7/8 എന്ന് എഴുതി. ഓക്കെ, ഇനി വീണ്ടും അയാൾ ചെലവ് ചെയ്തു ഔട്ട് ഓഫ് ദ ബാലൻസ്, അതായത് ഇതിൽ നിന്ന് 25% ഓൺ ട്രാവലിംഗ്. ഇതിൻ്റെ 25% ട്രാവലിങ്ങിന് വേണ്ടി ചെലവ് ചെയ്തു. പിന്നെ ബാക്കി എത്രയുണ്ട്? 25% പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 75. സോ ഇൻറ്റു 75/100, അത് എത്രയാണ്? 75/100 എന്ന് പറയുന്നത് 3/4 അല്ലേ? സോ ഇൻറ്റു എന്തെഴുതാം? 3/4 ഇൻറ്റു ഔട്ട് ഓഫ് ദ ബാലൻസ് വീണ്ടും 22.22% ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് വേണ്ടി 22.22% ചെലവ് ചെയ്തിട്ടുണ്ട്. 22.22 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 11ന്റെ ടേബിൾ അല്ലേ? 11ന്റെ ടേബിൾ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 9 വരും. ആൻഡ് 11 × 2 ആണ്. സോ 2/9 ആണ് ഫ്രാക്ഷൻ. സോ 2/9 എന്ന് പറയുമ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്? 2/9 ചിലവാക്കി. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ടാവും? 7/9. സോ ഇനി ബാക്കി ഇതിൻ്റെ 7/9 ഉണ്ട് അയാളുടെ കയ്യിൽ. ഇനി എഗെയിൻ ഫ്രം റിമൈനിങ് 27.27% ഓൺ ഫുഡ്. ഫുഡിന് വേണ്ടി 27.27% ചെലവ് ചെയ്തു. 27.2 എന്ന് പറയുമ്പോൾ 9ന്റെ ടേബിൾ. 9ന്റെ ടേബിൾ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 11 ആയിരിക്കും. ന്യൂമറേറ്റർ എന്ത് വരും? 9 × 3 ആണ് 27. സോ 3/11 എന്ന് വരും. സോ ഇനി എത്രയുണ്ട്? 3/11 അയാൾ ചെലവ് ചെയ്തു എന്ന് വെച്ചാൽ ഇനി ബാക്കി എത്രയുണ്ട്? 1 - 3/11, അതായത് 8/11. സോ അയാൾ ഇത്രയൊക്കെ ചെലവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് അയാളുടെ ബാലൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെലവ് ചെയ്തതിന് ശേഷം അയാളുടെ ബാലൻസ് എന്ന് പറയുന്നത് ഇതാണ്. ആ ബാലൻസ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 1225 ആണെന്നാണ് തന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യനിൽ എത്രയും സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റൻസ് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. പിന്നെ എന്താ, ജസ്റ്റ് ഇത് സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? 1225 ഇൻറ്റു ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക. ഇത് 4, 2 ക്യാൻസലായി. 2 ഇവിടെ 3 ആയി. 3യും 3യും ക്യാൻസലായി. ഇനി ആരെങ്കിലും ഉണ്ടോ ക്യാൻസലാവാൻ? ഇല്ല. സോ ഇനി ഇവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 11 ഇൻറ്റു 9/7 ഇൻറ്റു 8/7 ഇൻറ്റു 1/5 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3960 എന്നാണ്. സോ അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3960 രൂപയാണ്. ഈ 3960 രൂപയാണ് അയാൾ സ്പെൻഡ് ചെയ്ത് ഒരു മാസം ലാസ്റ്റ് 1225 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ